ഇനി റെസ്റ്റോറൻ്റ് ഒന്നും പോവാതെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഗാർലിക് ബട്ടർ നാൻ റെഡിയാക്കി എടുക്കാം. ഈ ഗാർലിക് നാനോട് നിങ്ങൾക്ക് എന്താ ഇഷ്ടം? ബട്ടർ ചിക്കൻ ആണോ അതോ വേറെ എന്തെങ്കിലും കറികളാണോ? അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നോക്കാം. ഒരു ബൗളിലേക്ക് ഈസ്റ്റ്, ഷുഗർ, ചെറു ചൂടുവെള്ളം കൂടി ചേർത്ത് ഒരു 5 to 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇത് ജസ്റ്റ് ഫ്രോത്തി ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഒരു ബൗളിലേക്ക് മൈദ, ഉപ്പ്, ഇത്തിരി എണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് കഴിക്കണം. ആ സമയം കൊണ്ട് ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് ചെയ്യുമ്പോൾ എവിടെ നിന്നൊക്കെയോ 2 കുഞ്ഞു കൈകൾ വരുന്നുണ്ട്, അതിരിക്കട്ടെ. അപ്പോൾ ഇതാ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടി സ്പ്രെഡ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 2 to 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 3 മണിക്കൂറായി കഴിഞ്ഞു കേട്ടോ. നല്ലോണം പൊന്തി വന്നിട്ട് ഡിഷും ഇതൊക്കെ ഒന്ന് അടിച്ച് താഴ്ത്തി ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇതൊന്ന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കാം. എനിക്ക് 7 ബോളാണ് കിട്ടിയത്. ഇനി ഓരോന്നെടുത്ത് പരത്തി നമുക്ക് നാനാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ലോണം പരത്തിയെടുക്കാം. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത ഗാർലിക്, ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി ഇതിൻ്റെ ബാക്കിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നല്ല ചൂട് പാനിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. നാനിൻ്റെ മേലെ ബബിൾസ് ഫോം ആകുമ്പോൾ തിരിച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്ത് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഗാർലിക് ബട്ടർ നാൻ റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡ് കുക്കായി കഴിഞ്ഞാൽ ഫ്ലെയിമിൽ കാണിച്ച് നെക്സ്റ്റ് സൈഡ് കുക്ക് ചെയ്തെടുക്കാം. എൻ്റെ ഇവിടെ കോയിലായം കൊണ്ട് ഞാൻ നെക്സ്റ്റ് തിരിച്ചിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ നല്ലൊരു അടിപൊളി ഗാർലിക് നാൻ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ബട്ടർ ചിക്കനോടെ ഞാൻ കഴിക്കും.